ഇത് ഈ ഹാങ് ചെയ്തിട്ടേക്കണത് എനിക്ക് നല്ലൊരു വെറൈറ്റി ആയിട്ട് തോന്നി. ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല. നല്ല ഭംഗിയുണ്ട് കാണാൻ. എല്ലാ കൂട്ടുകാർക്കും മൈ ടോക്ക് നമുക്ക് ചുറ്റും ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിവിടെ മാളയിൽ പൂപ്പത്തി ഇരട്ടപ്പടി നമ്മുടെ രമ ചേച്ചിയുടെ വീട്ടിലാണ്. ഇതേപോലെ ഫേസ്ബുക്കിൽ പരസ്യം കണ്ട് പെറ്റൂണിയ പ്ലാന്റ്, നാടൻ പെറ്റൂണിയ പ്ലാന്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ രമ ചേച്ചിയുടെ വീട്ടിൽ വന്നേക്കാണ്. അപ്പോൾ നമുക്ക് രമ ചേച്ചിയുടെ ഗാർഡൻ പരിചയപ്പെടാം. ഇതാ ഗാർഡനിലോട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ രമ ചേച്ചി. അപ്പോൾ പെറ്റൂണിയ പ്ലാന്റ് വാങ്ങാനായിട്ട് വന്നതാണ്. ഇതിന്റെ കെയറിംഗ് ഒക്കെ എങ്ങനെയാണ് രമ ചേച്ചിയെ? പെറ്റൂണിയ പ്ലാന്റിന്റെ ഇത് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് കെയർ ചെയ്യാനായിട്ട്. മണ്ണ് ശരിക്കും ചാണകപ്പൊടിയും ചകിരിച്ചോറൊന്നും അധികം വേണ്ട, കുറച്ച് മണ്ണും ഇളക്കമുള്ള മണ്ണാണ് കൂടുതലും. ചിലരാണെങ്കിൽ നല്ല ഇതായിരിക്കും. അത് നട്ട് 10 നട്ടാൽ ഒരെണ്ണൊക്കെ ചിലപ്പോൾ പിടിക്കുള്ളൂ. അത് പറയുന്നുണ്ട് ഓരോരുത്തര്. വളരെ അപൂർവമാണ് പിടിച്ചു കിട്ടാന്നുള്ളത് അല്ലേ? നനവൊക്കെ എങ്ങനെ? നനവ് 2 നേരം നനച്ചാൽ അത്ര നല്ലത്. അതല്ലേ, വെയിലും വേണം ശരിക്കും, വെയിലും വേണം. കൂടാതെ ചേച്ചിയുടെ കയ്യിൽ ഒരുപാട് കലേഡിയം പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. കലേഡിയം ബ്ലാക്ക് കാണാം. ഇത് നല്ല രസമുണ്ട്, റെഡ് ഷെയ്ഡായിട്ടുള്ളത്. ഫേണിൻ്റെ വെറൈറ്റീസ് ഒരുപാട് ഇങ്ങനെ സൈഡിലായിട്ട് ഫ്രണ്ടിൽ ചേച്ചി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഹെൽത്തി പ്ലാന്റുകളാണെല്ലാം, വെറൈറ്റീസാണ്. എപ്പീഷ്യയിൽ ഈ പ്ലാന്റ് ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. ഇലകളൊക്കെ നല്ല വ്യത്യാസമുണ്ട്. സാധാരണ ബ്രൗണ് ഗ്രീന് ഒക്കെ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ക്രീപ്പിംഗ് ചാർലിയൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹാങ്ങിങ്സിൻ്റെ പല ടൈപ്പ് ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഹാങ് ചെയ്തിട്ടുണ്ട്. ഈ എപ്പീഷ്യ നല്ല വെൽവെറ്റ്, നല്ല ഭംഗിക്ക്, അതുപോലെ പച്ച കളറിൽ ഉള്ളതാണ് നമ്മൾ കൂടുതലും കാണാറുള്ളത്. ഇതിൽ കൂടി ഒരു ബ്രൗൺ ഷെയ്ഡായിട്ടുള്ളതാണ് ഈ എപ്പീഷ്യ. നല്ല ഭംഗിൻ്റെ, റേറ്റും കൂടുതലാണ് കേട്ടോ. മറ്റ് എപ്പീഷ്യനെ അപേക്ഷിച്ച് റേറ്റ് കൂടുതലാണ് ഈ എപ്പീഷ്യക്ക്. ഇത് നോർമൽ എപ്പീഷ്യ. എപ്പീഷ്യയുടെ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് നോക്കിയേ, റെഡിഷ് ഷെയ്ഡായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ എപ്പീഷ്യ കണ്ടോ, ഇതിൻ്റെ ഇലകളിലൊക്കെ സിൽവർ ഷെയ്ഡുകൾ കാണാം. നേരത്തെ കണ്ട എപ്പീഷ്യക്ക് ബ്രൗണിഷ് ഷെയ്ഡായിരുന്നു, ഇത് സിൽവർ ഷെയ്ഡാണ്. വാണ്ടറിംഗ് ഒരു 6-7 വെറൈറ്റീസ് ചേച്ചിയുടെ കയ്യിലുണ്ട്. ഇത് കണ്ടോ, നല്ല ഭംഗിയുണ്ട്. സൂര്യപ്രകാശത്തിൻ്റെ ഷെയ്ഡ് ഇങ്ങോട്ട് വാണ്ടറിംഗ് ജൂവിലേക്ക് തട്ടിയിട്ട് നല്ല രസമുണ്ട് ഹാങ് ചെയ്തിട്ടേക്കണത്. ഇത് വാണ്ടറിംഗ് ജൂവിൻ്റെ വൈറ്റും അതുപോലെ തന്നെ ഗ്രീനും ഷെയ്ഡായിട്ടുള്ള പ്ലാന്റാണ്. കലാത്തിയുടെ നമ്മൾ കുറച്ച് നേരത്തെ കണ്ടത് കൂടാതെയുള്ള വെറൈറ്റീസാണിത്. സ്റ്റാൻഡിൽ ചേച്ചി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈ ഹാങ് ചെയ്തിട്ടേക്കണത് എനിക്ക് നല്ലൊരു വെറൈറ്റി ആയിട്ട് തോന്നി. ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ പേര് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. നല്ല ഭംഗിയുണ്ട്, നല്ലൊരു വെറൈറ്റി ആയിട്ട് തോന്നി. ഇത് സ്വീറ്റ് പൊട്ടാറ്റോ, എല്ലാവർക്കും അറിയായിരിക്കും. ഇതിൽ നല്ല ഭംഗിയുള്ള റെഡിഷ് ആയിട്ടുള്ള കിഴങ്ങുണ്ടാവും, അത് നമുക്ക് കഴിക്കാം. അപ്പോൾ ഇവിടെ ഒരുപാട് ചേച്ചി പിടിപ്പിച്ചിട്ടുണ്ട് സ്വീറ്റ് പൊട്ടാറ്റോ. ഇത് സ്വീറ്റ് പൊട്ടാറ്റോയുടെ വേറൊരു വെറൈറ്റിന് കണ്ടോ, ഇലകൾ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ചേച്ചി എത്ര വർഷമായി ഈ ചെടികൾ? വർഷങ്ങളായി ചെടികൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇപ്പോഴാണ് കൂടുതലും സെയിലൊക്കെ ആരംഭിച്ചാണ്. അതെ, ഇവിടെ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഈ ഭാഗത്തായിട്ട് പോയി പ്ലാന്റ്സ് ശരിക്കും വെയില് പടിഞ്ഞാറെന്നുള്ള സൂര്യപ്രകാശം അത് കാരണം കൊണ്ട് കുറെ പോയി. ഇനി പ്ലാന്റ് ചെയ്തിട്ടുണ്ട്, ചെയ്യണം. എത്ര നാളായി ഈ ഗാർഡനിങ് തുടങ്ങിയിട്ട്? ഗാർഡനോട് താല്പര്യം എനിക്ക് പണ്ടേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു 4 വർഷം മോൻ ഒറ്റപ്പാലത്ത് പഠിക്കാൻ പോയ കാരണം
കംപ്ലീറ്റ് കളഞ്ഞിട്ട് പോയി. വീണ്ടും വന്നപ്പോൾ ഒരു 4-5 വർഷമായി തുടങ്ങി കുറേശ്ശെ. സെയിൽ ഇപ്പോൾ ലോക്ക്ഡൌണിന് ശേഷം അല്ലേ. ഞാൻ പ്ലാന്റിന്റെ ഗ്രൂപ്പിലാണ് ചേച്ചിനെ പരിചയപ്പെടുന്നത് പെറ്റൂണിയക്ക് വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഇവിടെ ചേച്ചിയുടെ വീട്ടിലെത്തിയത്. അപ്പോൾ ഇവിടെ നല്ല ഭംഗിയിൽ വെർട്ടിക്കൽ ഗാർഡനും അതുപോലെ കലേഡിയം വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഒരുപാട് ബട്ടർഫ്ലൈ പ്ലാന്റ്സ് ഉണ്ട്. അങ്ങനെ പെറ്റൂണിയ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇപ്പം ഞാനിവിടെ ചേച്ചിയുടെ അടുത്ത് വരുമ്പോൾ തന്നെ അവിടെ പെരിഞ്ഞെടുത്തുനിന്ന് ഒരു കൂട്ടർ ഇതേപോലെ പെറ്റൂണിയ വാങ്ങി പോകുന്നു. അപ്പോൾ ഒരുപാട് പേര് ഡെയിലി വരുന്നുണ്ട് പെറ്റൂണിയക്ക് വേണ്ടിയിട്ട്, നാടൻ പെറ്റൂണിയ. ഇത് സിങ്കോണിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഒരു 15-20 തരം സിങ്കോണിയം വെറൈറ്റീസ് ഉണ്ട്. ഇത് പെപ്പറോമിയ അല്ലേ ചേച്ചി? ഇത് എത്ര തരം ഉണ്ട്? ഇതിപ്പോ 3 തരമുണ്ട്. വാട്ടർമെലോൺ, പെപ്പറോമിയ. അതെല്ലേ. എങ്ങനെ കെയറിംഗ് ഒക്കെ എങ്ങനെ? അധികം വെള്ളം വേണ്ട. ചകിരിച്ചോറും മണ്ണും എല്ലുപൊടി അതൊക്കെ മിക്സ് ചെയ്തിട്ട് ഇട്ടെടുത്താൽ മതി അല്ലേ. ഇത് കലേഡിയാണോ? ഇത് കലാത്തിയ, ഇത് അലോക്കേഷ്യ. അലോക്കേഷ്യ അല്ലേ, കലേഡിയം പോലെ ഇരിക്കുന്നത് അല്ലേ. ഇത് കലാത്തിയ. ഇത് കലാത്തിയ. അതിന്റെ പച്ചയുണ്ട് ഇവിടെ. ഇത് അഗ്ലോണിയമ. ഇത് വൈറ്റ്, ഇത് പിങ്ക്. ഇത് അലോക്കേഷൻ അല്ലേ ചേച്ചിയെ? ഇത് നല്ല ഭംഗിയുണ്ടല്ലോ. ഇതിന്റെ ഇലയൊക്കെ നല്ല സോഫ്റ്റ് ആണ്. ഇതെങ്ങനെ റേറ്റ് ഒക്കെ പോലെ? ഇത് ഞാൻ വാങ്ങിയത് 650 രൂപയാണ്. പക്ഷെ 450 തുടങ്ങിയിട്ടത് ഉണ്ട് അല്ലേ. നല്ല റേറ്റ് ഉള്ളതാണ് അല്ലേ അലോക്കേഷ്യയില്. ഇതിന് റേറ്റ് ഉണ്ട്. റേറ്റ് ഉണ്ട്. അങ്ങനെ ഇതൊക്കെയാണ് രമ ചേച്ചിയുടെ ഗാർഡൻ. അപ്പോൾ ചേച്ചി നല്ലോണം പ്ലാന്റ്സ് ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓൺലൈൻ സെയിലുണ്ട് ചേച്ചിക്ക്. അപ്പോൾ ചേച്ചിയുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ പ്ലാന്റ്സ് ഇതിൽ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റുകളൊക്കെ ചേച്ചീനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചേച്ചി കൊറിയറായിട്ട് അയച്ചു തരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.